ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് ചിക്കൻ തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമല്ലോ. പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കൂടെ ഞാൻ അല്പം കറിവേപ്പില കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. ഗ്യാസ് ഓണാക്കാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജീരകം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മാരിനേഷന് വേണ്ടി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഗ്രേവിക്കുള്ളതാണ്. ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. ഇതുകൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാരിനേഷന് വേണ്ടി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയും ഇതിലോട്ട് 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, അല്പം പട്ട ഇവ ചതച്ചിട്ട് കൊടുക്കാം. അല്പസമയം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൂടെ നന്നായി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരട്ടെ. അങ്ങനെ നമ്മുടെ സവാള കറക്റ്റ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി അല്പം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് മൂപ്പിച്ചെടുക്കാം. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കനിൽ ഉപ്പും മുളകുമെല്ലാം നന്നായി പിടിച്ച് കിട്ടും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പച്ചയ്ക്ക് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടിനി 1/4 കപ്പ് മട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പ്രോസസ്ഡ് മട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഉണങ്ങിയ മട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വേവിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ മട്ടറൂടെ ചേർത്ത് ചിക്കൻ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പ്രോസസ്സ് ചെയ്യാത്ത പച്ച മട്ടറാണെങ്കിൽ നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ തന്നെ അതും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ഹാഫ് കുക്ക്ഡാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 10-12 കാഷ്യൂ നട്ട്സും 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 1-2 മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മട്ടറും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു 15-20 മിനിറ്റ് ഈ കറി വെക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ വീണ്ടും 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്താലും മതിയാകും. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഓപ്ഷണലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കസൂരി മേത്തി ചേർക്കുന്ന വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം മല്ലിയില കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.